സാറേ അതേസമയം തന്നെ മധുസാറ് തന്നെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എവിടെയോ താങ്കൾ ഏതോ ഒരു സദസ്സിൽ, വളരെ സ്വകാര്യ സദസ്സാണെന്ന് തോന്നുന്നു, സദസ്സിൽ പറഞ്ഞൊരു കാര്യം, അതായത് എൻ്റെ അടുത്ത് ഒരുപാട് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ പഴയ സിനിമകളിലെ അവകാശമൊക്കെ മേടിച്ചിട്ട് അതിലെ ചില ആടിപ്പാടുന്ന രംഗങ്ങളൊക്കെ നശിപ്പിച്ച് കളഞ്ഞനെന്ന് താങ്കൾ പറഞ്ഞൊരു വാചകമാണ്. ഓർക്കുന്നില്ല. അതായത് താങ്കൾ ആടിപ്പാടി നടക്കുന്ന ആ രംഗങ്ങളോട് താങ്കൾക്ക് അത്ര കംഫർട്ട് ഉണ്ടായിരുന്നില്ല. അല്ല, അതൊരു നമുക്ക് ഇപ്പോൾ സിനിമ എന്നുള്ളത് ഇന്ത്യൻ സിനിമ പ്രത്യേകിച്ച് അത് നമ്മുടെ ഈ ഒരുപക്ഷെ അമച്വർ സ്റ്റേജിൽ നിന്ന് വന്നുകൊണ്ടായിരിക്കും. ഇപ്പോൾ ഡാൻസ് പാട്ട് അതൊന്നും എനിക്ക് ഇഷ്ടമായിരുന്നില്ല, ഇപ്പോഴും വലിയ ഇഷ്ടമല്ല. ഡാൻസ് പാട്ടൊക്കെ ഇഷ്ടമാണ്. ഈ ക്യാരക്ടർ കയറി ഡാൻസ് ചെയ്യും പാട്ടൊക്കെ ചില ഇമാജിനേഷനാണെങ്കിൽ പിന്നെ സാരമില്ല. അതെ, ഇതങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് ആണല്ലോ. ഈ ലോകത്ത് ഏതെങ്കിലും സിനിമയിൽ അങ്ങനെയുണ്ടോ? അതെ, ഹോളിവുഡിലൊന്നും ഇല്ല. ഇന്ത്യൻ ഫിലിംസിലല്ലാതെ ഈ യഥാർത്ഥത്തിൽ കണ്ടു കഴിഞ്ഞിരുന്നാൽ ഒരാൾ ഇമാജിനേഷനിൽ പാട്ട് പാടുക, ഡാൻസ് ചെയ്യുക, എന്തൊക്കെ ചെയ്യട്ടെ. ഇതങ്ങനെയല്ല, എല്ലാ സിനിമയിലും യഥാർത്ഥത്തിൽ ചെയ്യുമ്പോഴല്ലേ ചെയ്യണേ. അപ്പോൾ ഞാൻ ഈ പഠിച്ചത് മുഴുവനും അതൊരു കാരണമാണ്. ഈ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയി പഠിച്ചതായിരുന്നാലും ആ കാലഘട്ടം, ഞാൻ ഈ അഭിനയം പഠിക്കുന്ന, നാടകവും സിനിമയും പഠിക്കുന്ന ആ കാലഘട്ടത്തിലൊക്കെ മനസ്സിലുണ്ടായിരുന്നത് ദി റിയലിസ്റ്റിക് സ്കൂൾ ഓഫ് ആക്ടിങ്. അതിലങ്ങ് പഠിച്ചു പോയി. അത് കാരണമാണ്, അതാണ് ഒരു പ്രധാന കാരണം. അതാണ് എനിത്തിങ് റിയലിസ്റ്റിക് അല്ലാത്തത് എനിക്ക് ദഹിക്കില്ല എന്ന് തോന്നുന്നു. പക്ഷേ എങ്കിലും ചില സിനിമകളിലൊക്കെ ചില ഗാനരംഗങ്ങളോട് മധുസാറ് ഭാവപരമായി തന്നെ അത് അഭിനയം ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു സാമ്പിൾ കാണിച്ചുതരാം. നീതി പുലർത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ മനസ്സിലുള്ളൊരു രംഗമാണത്. നോക്കിക്കോളൂ. ക്ലോസിൽ വലിയ ലിപ്പില്ല, കുറച്ച് വൈഡിൽ മധുസാറിൻ്റെ ഭാവങ്ങൾ, എക്സ്പ്രഷൻസിലൂടെയാണ് ഈ പാട്ടിൻ്റെ വരികൾ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത്. ഇത് കംഫർട്ടബിൾ ആയിരുന്നു സാർ? അല്ല, ഇത് അപ്പോഴത്തേക്ക് ഞാൻ ഏതാണ്ട് ഈ ഗട്ടറിൽ ഈ ലൈനിൽ വീണ് കഴിഞ്ഞല്ലോ ഇതൊക്കെ അഭിനയിക്കും. ഈ ട്രാക്കിലേക്ക് അതെ, ട്രാക്കിൽ ഇപ്പോൾ നമുക്ക് ബാലയുണ്ട്. അതുപോലെ തന്നെ പണ്ട് സംഗീത നാടകം എന്ന് പറയുന്ന നാടകം ഉണ്ടായിരുന്നു, അല്ലാത്ത നാടകം ഉണ്ടായിരുന്നു. ഐ ബിലോങ് ടു ദ റിയലിസ്റ്റിക് ക്ലാസ് ഓഫ് സ്കൂൾ ഓഫ് ഡ്രാമ അക്കാലത്ത്. അപ്പോൾ ഇത് അതുപോലെ നമ്മൾ റിയലിസ്റ്റിക് അല്ല, ഇത് റിയലിസ്റ്റിക് അല്ലാത്തൊരു രൂപമാണ് നമുക്ക് ഇന്ത്യൻ സിനിമയിലുള്ളത്. ഇതൊരു കൊമേഴ്സ്യൽ ചേരുവയാണ്. അതെ, ഇതൊരു സ്റ്റൈലാണ്. ഈ ബാലെ എന്ന് പറയുന്നത് മുഴുവനും ബാലെ അല്ല, അത് പകുതി നാടകവും പകുതി ബാലയും പകുതി സർക്കസും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു 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 അവിയലാണ് നമുക്ക് ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ നാച്ചുറലി ഈ ഫീലിംഗ് നമുക്ക് വരുമല്ലോ, പാട്ടാണെങ്കിലും അല്ലെങ്കിലും സിനിമ അല്ലെങ്കിലും. ഈ പറഞ്ഞ ഗാനരംഗങ്ങളിലൊരു ഭാഗപ്പകർച്ച കൊടുക്കാൻ പറ്റിയെങ്കിലും മധുസാറിൻ്റെ നല്ലൊരു നൃത്തം ഞങ്ങൾക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. ഇല്ല, ഡാൻസ് മാസ്റ്റർ പണ്ട് ഈ ഹീറോസിനെല്ലാം കുറേശ്ശെ മൂവ്മെൻറ്റ്സ് കൊടുക്കുന്ന ഇത് വരുമ്പോൾ ഞാൻ ഡാൻസ് മാസ്റ്റർ വിളിച്ചു, തന്നെ എനിക്ക് മൂവ്മെൻറ്റും എല്ലാം തന്നെ ഇടിച്ചു. ഇതൊന്നുമില്ല സാർ, ചുമ്മാ ഇങ്ങനെ നിന്നാൽ മതി, അല്ല അവർ ഡാൻസ് ചെയ്തോളൂ. അപ്പം ഭീഷണിപ്പെടുത്തിയിട്ട്